ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രോപ്പ് ടോപ്പിൻ്റെയും പലാസോൻ്റെയും കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ടൊരു വർക്ക് മെറ്റീരിയലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പലാസോക്ക് വേണ്ടിയിട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയലും ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലും പിന്നെ അതിന് വേണ്ടിയിട്ട് പേരാൻ വേണ്ടിയിട്ട് ഒരു ഷോളും നെറ്റിൻ്റെ ഷോളും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ക്രോപ്പ് ടോപ്പാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ലൈനിങ് ആണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സെയിം ആ 5 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളും വരച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 6.5 ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2-2.5 ഇഞ്ചോളം ഞാൻ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ തയ്യൽ തുമ്പിട്ട് വെട്ടാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ട് 2-2.5 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ ഇടാം കേട്ടോ. താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തയ്യൽ തുമ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2-2.5 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗത്തിനോട് കൂടി 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി ഫ്രണ്ട് പോർഷനിലാണ് മാർക്കിങ്ങുകളും കട്ടിങ്ങുകളും വരുന്നത്. ബ്ലൗസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ആലിയ കട്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഒരു വി ഷേപ്പ് വരണം അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് ക്ലോത്തുകളെല്ലാം മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പലാസോ ആണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലൈനിങ് ക്ലോത്തിലാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് കൂടി കൂട്ടി ഒരു 28 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരഭാഗത്തായിട്ട് ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. 2 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ, ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അരവണ്ണത്തിൻ്റെ 4/1 ഭാഗത്തിനോട് കൂടി 1 ഇഞ്ച് മാത്രമേ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം അധികം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. സൈഡ് സിബ്ബാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് വള്ളിയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ 2-2.5 ഇഞ്ചോളം എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അരവണ്ണത്തിൻ്റെ 4/1 ഭാഗത്തിനോട് കൂടി 2 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഫിറ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് സൈഡിലേക്ക് ഒരു 2-2.5 ഇഞ്ചോളം എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് വരച്ച് കൊടുക്കാം. ഇനി താഴേക്ക് ലെങ്ത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് ലൂസ് വേണം, ബോട്ടത്തിന് ലൂസ് വേണം, അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അരഭാഗത്തെ ബെൽറ്റിന് വേണ്ടിയിട്ട് ജോർജറ്റ് മെറ്റീരിയലും ക്രേപ്പ് മെറ്റീരിയലും 5 ഇഞ്ച് വീതിയിൽ ആവശ്യത്തിന് നീളത്തിന് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പലാസോയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തായിട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ 2 കാലിൻ്റെയും ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണമെന്ന് നോക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ക്രോച്ചിൻ്റെ ഭാഗത്തെ വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ക്രോച്ചേരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗമാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. കാലിൻ്റെ ഈ ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് വീതം ഇടാൻ ശ്രമിക്കുക കേട്ടോ. സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അരയിൽ ബെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജോർജറ്റ് മെറ്റീരിയൽ, അതിൻ്റെ താഴത്തായിട്ട് ക്രേപ്പ് മെറ്റീരിയൽ, അതിൻ്റെയും താഴത്തായിട്ട് നമ്മുടെ നെക്കിലൊക്കെ അടിക്കുന്ന ക്യാൻവാസ് പേപ്പറും കൂടി വെച്ചിട്ട് 5 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബെൽറ്റിന് ആവശ്യമായിട്ടുള്ള നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഹുക്ക് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കട്ടി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുണി കൂടുതലായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മടക്കി ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന്, ഈ സിബ് വെച്ചേക്കണതിൻ്റെ ആ ഭാഗത്തു നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ അരയിലേക്ക് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അതിന് മുമ്പായിട്ട് മേൽഭാഗം ഒരു 4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അത് അങ്ങനെ തന്നെ മടക്കി ഉള്ളിലത്തെ സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് മടക്കി നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലാസോൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹുക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെക്കാണ്ട നമുക്ക് ആദ്യം തന്നെ ഫിനിഷ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പറിൽ നെക്കിൻ്റെ ഡിസൈൻ വരച്ചെടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വേറെ തുണിയിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പല മോഡലുള്ള ഡിസൈൻസ് എങ്ങനെ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതെന്നുള്ള വീഡിയോ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ക് നെക്ക് നല്ല ഡീപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്കിൽ താഴെ ഭാഗത്തായിട്ട് ഒരു ഡോരിയും കൂടി കൊടുത്തിട്ടുണ്ട്.
ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. താഴെ ഭാഗത്തായിട്ട് ആലിയ കട്ട് മോഡൽ വരുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ടത്. ലൈനിങ് ക്ലോത്ത് താഴെ ഭാഗത്തായിട്ട് ഇട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും മുകളിലേക്ക് വെച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് അരികെ ചേർന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ബീഡ്സും സ്റ്റോൺസൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് അടിക്കുമ്പോൾ നമ്മുടെ സൂചി ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. മറിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി എല്ലാ വശവും ഞാനൊന്ന് അരികെ ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ ചെയ്തെടുക്കുന്ന നെക്ക് അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അധികത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നെക്കിൻ്റെ ഭാഗത്ത് കാണുന്ന സ്റ്റോൺസും മുത്തുകളും എല്ലാം നമുക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ സൂചി ഒടിയാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അരികെ ചേർന്ന് ക്യാൻവാസ് പേപ്പർ മേലെ തട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചെടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. ബാക്കി പൊങ്ങിയിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ നമുക്ക് ലാസ്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിലെ നെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ആ റേഞ്ച് വിട്ടതിന് ശേഷം ആ ലെങ്ത്തിൽ നമുക്ക് താഴെ ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കി അടിച്ചെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ഞാൻ മടക്കി അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ നെക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഞാൻ ദോരിയാണ് വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. വേറെ ഹുക്കോ സിബോ അങ്ങനെ ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ദോരി ആദ്യം തന്നെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും താഴെ ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ദോരി ഒന്ന് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതുപോലെ തന്നെ ഉള്ളിലെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അരികത്ത് കട്ടിട്ട് കൊടുത്ത് മറിച്ചെടുത്തിട്ട് പതിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് നെക്കും അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
അതിനുശേഷമുള്ള ലുക്കാണ് ഇത്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ക്രോസ് പീസ് എടുത്ത് ലൈനിങ്ങിൻ്റെ ക്രോസ് പീസ് എടുത്തിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ളത് കൊണ്ടിട്ട് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇനി ഹെമ്മിങ്ങും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ മോൾ ഭാഗത്തു കൂടി ഒരു ദോരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.